നാം എല്ലാവരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നാം എത്തിച്ചേരേണ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ യാത്രകൾ പൂർണ്ണമാകുന്നു. നാം സന്തോഷിക്കുന്നു. ക്രിസ്മസ് ഒരു യാത്രയാണ്. ഒരു യാത്രയിലൂടെയുള്ള ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ്. ആ ഓർമ്മകളെ പറ്റി പറയുമ്പോൾ ഒരു പുരാതന കഥയുണ്ട്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും യാത്രയുടെ കഥ. കഥ ഇങ്ങനെയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം അത്യുന്നതങ്ങളിൽ ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ വസിച്ചു. ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന മനുഷ്യർ ഇങ്ങനെ ചിന്തിച്ചു: ജീവിതത്തിന് അർത്ഥമില്ലാതായി. എനിക്ക് ദൈവത്തെ കാണണം, അവിടുത്തെ തേടി അവിടുത്തോടൊപ്പം വസിക്കണം. മനുഷ്യർ ദൈവത്തെ തേടി യാത്ര തുടർന്നു. അതേസമയം അത്യുന്നതങ്ങളിൽ ഇരുന്ന ദൈവം ഇങ്ങനെ ചിന്തിച്ചു: എൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും മഹത്തായ മനുഷ്യർ ഭൂമിയിൽ കഷ്ടതകൾ അനുഭവിക്കുകയാണ്. എനിക്ക് അവരുടെ അടുത്തേക്ക് പോകണം, അവരെ സഹായിക്കണം, അവരെ അത്യുന്നതങ്ങളിൽ ഗിരിശൃംഗങ്ങൾക്ക് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. ദൈവവും യാത്ര തുടർന്നു. രണ്ടുപേരും വ്യത്യസ്തമായ വഴിയിലൂടെയുള്ള യാത്ര. ദൈവം ഭൂമിയിൽ വന്നു, മനുഷ്യനായി പിറന്നു, നമ്മുടെ ഇടയിൽ വസിച്ചു. മനുഷ്യർ ദൈവത്തെ തേടി ശൂന്യമായ ഗിരിശൃംഗങ്ങൾ അന്വേഷിച്ച് യാത്ര തുടർന്നു. ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന യാത്ര. പ്രിയമുള്ളവരെ, നമ്മുടെ യാത്രകളും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മോട് കൂടിയുള്ള ദൈവത്തെ അന്വേഷിച്ച് നാം യാത്ര ചെയ്യുകയാണ്, അവിടുത്തെ കാണാതെ അറിയാതെ. എന്നാൽ അവിടുത്തെ കാണണമെങ്കിൽ അവിടെ നിന്ന് വരുന്ന പാതയിലൂടെ സഞ്ചരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ യാത്രകൾ ശൂന്യമായി പോകും. നമ്മുടെ മറ്റെല്ലാ യാത്രകളും മാറ്റിവെക്കാം. അവിടെ നിന്ന് വരുന്ന പാതയിലൂടെ സഞ്ചരിച്ച് അവിടുത്തോടൊപ്പമായിരിക്കാം. ലോകത്തിലെ വഴികൾ അന്ധകാരം നിറഞ്ഞതാണ്. അതിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശം മിശിഹായും ലക്ഷ്യം സ്വർഗവുമാണ്. ആ പ്രകാശത്തിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഈശോയുടെ ആഗമനം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.